തീർച്ചയായിട്ടും അത് അൻവറിനെ മുന്നിൽ നിർത്തി തന്നെയാണ് പ്രതിപക്ഷം പടനയിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ പി.വി. അൻവർ ഈ പ്രതിപക്ഷ വീടിൻ്റെ ഐശ്വര്യം എന്ന് KPCC എഴുതി വെച്ചാൽ പോലും അത്ഭുതമില്ല. കാരണം നിരായുധമായി തെരുവിൽ നിൽക്കുകയായിരുന്നു ഒരർത്ഥത്തിൽ പ്രതിപക്ഷം എന്ന് തന്നെ പറയാം. കാരണം വരാൻ പോകുന്ന നിയമസഭാ സമ്മേളന വേദിയിൽ എന്തു വിഷയം അവതരിപ്പിക്കുമെന്ന് ആശ്ചര്യപ്പെട്ട് നിന്ന അല്ലെങ്കിൽ ആശങ്കപ്പെട്ട് നിന്ന പ്രതിപക്ഷത്തിൻ്റെ കൈകളിലേക്ക് പി.വി. അൻവർ കൊടുത്ത ആയുധം ചെറുതല്ലാത്ത ആയുധങ്ങളാണ്. 6-7 കാര്യങ്ങളാണ് പി.വി. അൻവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി 10-28 ദിവസങ്ങളിലായി വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ആ വെളിപ്പെടുത്തലുകളിൽ കള്ളക്കടത്തുണ്ട്, അഴിമതിയുണ്ട്, കൈക്കൂലിയുണ്ട്, അമിതമായ സ്വത്ത് ADGP സമ്പാദിച്ചു എന്നുള്ള ആരോപണമുണ്ട്, പോലീസിംഗിൽ തന്നെയുള്ള ക്രിമിനൽ മാഫിയയുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ADGPയുടെ മറ്റ് വഴിവിട്ട നീക്കങ്ങളും കൊലപാതകമടക്കമുള്ള ക്രിമിനൽ കുറ്റകൃത്യങ്ങളുണ്ട്. ഇതൊന്നും പ്രതിപക്ഷം പിടിച്ചിട്ടില്ല. പ്രതിപക്ഷം പിടിച്ചത് ഏതിലാണ്? ഈ ആരോപണങ്ങളിൽ ഒരുപക്ഷെ പി.വി. അൻവർ വേണ്ടത്ര ജാഗ്രതയില്ലാതെ ഉന്നയിച്ച ADGP RSS ബന്ധം. ജാഗ്രതയില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അത് ഇടതുമുന്നണിയുടെ ഉള്ളിൽ, പാർട്ടിയുടെ ഉള്ളിൽ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ അവതരിപ്പിച്ച് ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനു പകരം അത് മാധ്യമങ്ങളിലൂടെ അവതരിപ്പിച്ചപ്പോൾ ആ വിഷയം ADGP RSSൻ്റെ കൂടിക്കാഴ്ച 3 തവണ നടത്തിയ കൂടിക്കാഴ്ച, പൂരം കലക്കലിനു പിന്നിൽ ഈ ADGP ഉണ്ടായിരുന്നുവെന്ന് പി.വി. അൻവർ പറയുകയും അതിനെ തുടർന്ന് പിന്നീട് പ്രതിപക്ഷ നേതാവ് അത് ഏറ്റുപിടിക്കുകയും ചെയ്തത്. ഈ ഒരൊറ്റ വിഷയമാണ് യഥാർത്ഥത്തിൽ ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ പ്രതിഷേധത്തിന് കോൺഗ്രസ് ഒരു തലക്കെട്ടിട്ടിട്ടുണ്ട്. പൂരം കലയ്ക്ക് മുഖ്യമന്ത്രി എന്നാണ് ടാഗ് വിശേഷിപ്പിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രതിപക്ഷ നീക്കമാണ്. അപ്പോൾ പി.വി. അൻവർ പറഞ്ഞ മറ്റ് ആരോപണങ്ങളിൽ വളരെ സെലക്റ്റീവായി പൂരവും RSS ബന്ധവും മാത്രം തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയാഘാതശേഷി എത്രയാണെന്ന് പ്രതിപക്ഷം തിരിച്ചറിയുന്നുണ്ട്. കാരണം മൈനോറിറ്റി ബെൽറ്റ് അടക്കം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ അതിനെ ഇടതുപക്ഷത്തിന് കൂടെ നിർത്താൻ കഴിയാതെ വരികയും ആ വോട്ടുകൾ കൂടി തങ്ങൾക്കൊപ്പം നിർത്താമെന്നുള്ള കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയമായ ലക്ഷ്യം കൂടി ഇന്ന് തുടങ്ങിയിരിക്കുന്ന ഈ പ്രതിഷേധത്തിനുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ ഞാൻ സ്വീകരിക്കുന്നത് ഇത് രാഷ്ട്രീയം തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ, അവസരങ്ങളുടെ കലയാണ്. ഒരു വലിയ അവസരമായി പി.വി. അൻവർ വന്ന് വീണിരിക്കുന്നു. പക്ഷേ അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് കോൺഗ്രസിനാണോ ഗുണം ചെയ്യുക എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഈ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പ്രാദേശികമായി ബ്ലോക്ക് തലങ്ങളിൽ പൂരമടക്കമുള്ള വിഷയങ്ങൾ വിശ്വാസ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തിക്കൊണ്ടുവന്നാൽ അത് താൽക്കാലികമായി കോൺഗ്രസിന് ഗുണം ചെയ്യുമെങ്കിലും അതിൻ്റെ ആത്യന്തികമായ വിളവെടുക്കാൻ പോകുന്നത് BJP ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് BJP ഒരുപക്ഷെ കോൺഗ്രസ് ഉയർത്തുന്ന ഈ പ്രതിപക്ഷങ്ങളുടെ ഈ പ്രതിഷേധ ശബ്ദത്തോട് തൽക്കാലം നിശബ്ദമായിരിക്കും. ഒരു ടാക്ടിക്കൽ സൈലൻസ് BJP സ്വീകരിക്കും. അത് വരുന്ന വർഷങ്ങളിൽ BJPക്കുള്ള ഒരു വിളനിലമാണെന്ന് BJP നന്നായി തിരിച്ചറിയും. യഥാർത്ഥത്തിൽ പൂർവ്വമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണ റിപ്പോർട്ട് വൈകിട്ട് ദുരൂഹമാണെന്ന CPയുടെ നിലപാടും നമ്മൾ ശരിവയ്ക്കുന്നതാണ്. പക്ഷേ ഇത് പരിഹരിക്കപ്പെടേണ്ടത് എങ്ങനെയാണ്? വരാൻ പോകുന്ന ദിവസങ്ങളിലെ റിപ്പോർട്ടിനോട് ചേർന്നുള്ള നിർദ്ദേശങ്ങൾ പരിഗണിക്കപ്പെടുകയും ആ നിർദ്ദേശങ്ങളെ തുടർന്ന് അടുത്ത വർഷം അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രീതിയിൽ വളരെ മനോഹരമായ പൂരം സംഘടിപ്പിച്ച് കാട്ടിക്കൊടുക്കേണ്ടതിനു പകരം അതിനെ ഒരു രാഷ്ട്രീയ വിഷയമായി ഉപതെരഞ്ഞെടുപ്പിൽ തീർച്ചയായും അത് അവതരിപ്പിക്കാനുള്ള എല്ലാ അവകാശവും പ്രതിപക്ഷത്തിനുണ്ട്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആത്യന്തികമായ നേട്ടം ഒരുപക്ഷെ കോൺഗ്രസിനാകണമെന്ന് നിർബന്ധമില്ല. അത് വിശ്വാസ രാഷ്ട്രീയം വെച്ചുകൊണ്ട് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരിക്കൽ കൂടി അനാരോഗ്യകരമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷവും രാഷ്ട്രീയ ചർച്ചയും കേരളത്തിൽ ഉണ്ടാക്കുകയും ചെയ്യും എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് പോലെ CPM RSS ബന്ധം തുറന്നു കാട്ടുക എന്നതായിരിക്കും. പക്ഷേ വിശാലാർത്ഥത്തിൽ BJPയെ നേരിടാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഇന്ത്യ മുന്നണിയിൽ ഈ CPM ഒരു കക്ഷിയാണ് എന്നുള്ളതും ആ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാഗമാണെന്നുള്ളതും വരും ദിവസങ്ങളിലൊക്കെ BJP ഉയർത്തുകയും ചെയ്യും. അതുകൊണ്ട് തീർച്ചയായും പി.വി. അൻവർ ഒരു ആയുധമാണ്. പി.വി. അൻവർ ഉയർത്തിയിരിക്കുന്ന പല ആയുധങ്ങളിൽ ഒരു വലിയ മൂർച്ചയുള്ള ആയുധമാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷം ഏറ്റെടുത്ത് പ്രയോഗിക്കാൻ പോകുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തൽക്കാലം പ്രതിപക്ഷം നിശബ്ദമായിരിക്കും. ഈ വിഷയമായിരിക്കും പ്രതിപക്ഷം ഉയർത്തുക. അതാകട്ടെ ആത്യന്തികമായി ഗുണം ചെയ്യാൻ പോകുന്നത് വിശ്വാസ രാഷ്ട്രീയത്തെ വെച്ച് രാഷ്ട്രീയം ഉപയോഗിക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്കായിരിക്കുമെന്നാണ് എൻ്റെ ടേക്ക്. Meet the editors.